അടിപൊളി പടമായിരുന്നു. ക്ലൈമാക്സ് വളരെ നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എൻഗേജ് ആക്കി നിർത്തുന്നുണ്ട്. പിന്നെ പാട്ട് അത് എടുത്തു പറയേണ്ട ഒരു തന്നെയാണ്. നല്ല രീതിയിൽ പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയം, എല്ലാവരും നല്ല മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു മൂവിയാണ്. മസ്റ്റ് വാച്ച്. നല്ല മൂവിയായിരുന്നു, ഇഷ്ടമായി. എല്ലാവരും പോയി കാണാം. എന്താണ് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം? അതിലെ മ്യൂസിക് നല്ല എലമെൻ്റ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഒരു റിയാലിറ്റി ഫീൽ ചെയ്തു. എല്ലാവരും പോയി കാണാം. ആ ഒരു അത്രയ്ക്ക് പ്രതീക്ഷ ഇല്ലാണ്ട് വന്ന കണ്ട സിനിമയാണ്. ട്രെയിലർ കണ്ടിട്ടും അത്രയ്ക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാണ്ട് വന്ന സിനിമയാണ്. പക്ഷെ കൊള്ളാം, നല്ല സിനിമയായിരുന്നു. അടിപൊളി പടമായിരുന്നു. ഡെസേർട്ട് സീനൊക്കെ നല്ല രസമുണ്ട്. നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. നല്ലൊരു പടമായിരുന്നു. ഒരു ഡെസേർട്ട് ബേസ്ഡ് സർവൈവൽ ത്രില്ലർ. എനിക്ക് തോന്നുന്നു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളും, എസ്പെഷ്യലി ഡയറക്ടർ അനീഷ് അൻവറൊക്കെ നല്ല രീതിയിൽ അത് മേക്കിംഗ് കാര്യങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു. നല്ല മൂവിയായിരുന്നു. എന്തോ സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ഒരു സർവൈവൽ ത്രില്ലർ സ്റ്റോറി പോലെ നന്നായിട്ടുണ്ട്. എല്ലാവരും കണ്ടു. നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത മൂവി പോലെയുണ്ട്. അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ കുറേ സർവൈവൽ കാര്യങ്ങളൊക്കെ അവർ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അത് ത്രില്ലിംഗ് ആയിട്ട് തോന്നി. പിന്നെ കുറേ മലയാളികൾ അവിടെ വേറൊരു സ്ഥലത്തെത്തുമ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒമാൻ ഒരു പോർഷൻ, ബദിയ, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഒരു ഡെസേർട്ട് സർവൈവൽ സ്റ്റോറിയാണ്. ത്രില്ലിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട്. കണ്ടു നോക്കുമല്ലേ. താങ്ക് യു. മൂവി നല്ല മൂവിയാണ്. ലൈക്ക് നമ്മൾ അനീഷ്കയാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മളെ കുറച്ച് ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ ത്രില്ലിംഗ്. അവസാനമാകുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് മുൻമുനയിൽ നിൽക്കും സംഭവം അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ആ മൂവി മേക്കിംഗ് ഓൾസോ സാൻഡ് സ്റ്റോമിൻ്റെ ഒക്കെ ഇടയിൽ അത് ഭയങ്കര, അതിൻ്റെ സ്റ്റോറി എന്താ, അതിൻ്റെ ബാക്കിൽ എന്താ നടന്നതെന്ന് അറിയാനും ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിന് അതിൻ്റെ റെസ്പോൺസ് ആഗ്രഹിച്ചിരുന്നു. അത് കിട്ടുന്നുണ്ട് ഇപ്പം. സോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക് യു. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇപ്പം പടം കണ്ടിറങ്ങിയത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത്. സിനിമ പ്രത്യേകിച്ച് ഫാമിലീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വർക്കാവും. നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ടിനൊക്കെ റിസൾട്ടായിരിക്കുന്നതായിരിക്കുന്നു. അനീഷ്ക വരൂ. എന്താണ് അഭിപ്രായം? എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. സർജാനോൻ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല ഗംഭീര പെർഫോമൻസ് ആണ്. മാത്രമല്ല നമ്മൾ ഈ പടത്തിനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന, ഡിസേർവ് ചെയ്യുന്നൊരു പടമാണ്. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ വലിയൊരു ക്രൗഡോ ക്രൂവോ കാസ്റ്റൊന്നും ഈ ഇതിലില്ല. അപ്പം തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയാം. അന്വേഷിച്ച് നല്ലൊരു കലാപാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, അത് നമുക്കൊരു 10-37 ദിവസം ഈ സർജാൻ്റെ കൂടെയും ബാക്കിയുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെയും നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ആർട്ടിസ്റ്റ് വരാത്തതുകൊണ്ട് മാത്രം ആ സമയത്ത് ചെയ്തതാണ്. എനിവേ അത് നന്നായി അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പം എല്ലാവരും സിനിമ കാണാത്ത എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാം. ഞാനിത് എൻ്റെ 6ാമത്തെ സിനിമ. പക്ഷേ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു എഫേർട്ട്, ഒരു പുതിയ ടെറൈനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഒമാൻ പോലത്തെ ഒരു സ്ഥലത്ത് പെർമിഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ വെതറിൻ്റെ പ്രശ്നങ്ങളും അതല്ലാത്ത ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു പ്രീമിയർ ഷോ ഇവിടെ എടപ്പള്ളി വനിതയിൽ നടന്നതാണ്. എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര ഇതായിട്ട് പറയാൻ കാരണം ഇന്നലെ GCCയിൽ ഇറങ്ങിയ സമയത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അത് അവിടുത്തെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാവാം. എന്നാലും ഈ സിനിമ ഇനി തിയേറ്ററിൽ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള തീരുമാനം ഇവിടെ ഇപ്പോൾ കണ്ട ഓഡിയൻസിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ എത്ര കാലം ഒരു 1.5 വർഷത്തിൻ്റെ പുറകിൽ എഫേർട്ട് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.